നമസ്കാരം. 2 കൂട്ടുകാർ ഒരുമിച്ച് വിദേശത്തേക്ക് പോയി. അവർ രണ്ടുപേർക്കും ഏകദേശം ഒരുപോലെ തന്നെ കുറേ അധികം കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ എന്നുള്ള പോലെയാണ് അവരവിടെ ജോലി കിട്ടി വിദേശത്തേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല 2 ജോലിയിൽ പ്രവേശിച്ചു. അവർ ദിവസം ഇങ്ങനെ ഓരോരോ ജോലികൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ആദ്യത്തെ വ്യക്തി എല്ലായ്പ്പോഴും ചിന്തിച്ചിരുന്നത് എൻ്റെ കടങ്ങൾ തീർക്കണം, എൻ്റെ കടങ്ങൾ തീർക്കണം, എൻ്റെ ബാധ്യതകൾ തീർക്കണം, ഇങ്ങനെ ഒരു ചിന്തയോടു കൂടിയായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത്. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയാവട്ടെ പുതിയ വീട് വയ്ക്കുന്നതിനെക്കുറിച്ച്, കാറ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച്, കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെ കൂടുതൽ സ്വപ്നങ്ങളിലേക്കും അയാളുടെ ആഗ്രഹങ്ങളിലേക്കും ഫോക്കസ് ചെയ്ത് അയാൾ സന്തോഷത്തോടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കാലം കുറച്ച് അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് ഈ ആദ്യം പറഞ്ഞ വ്യക്തിക്ക് ഒരു കടം അടച്ചു തീർക്കുമ്പോൾ അടുത്ത കട എടുക്കേണ്ടി വരിക, അതുപോലെ കൂടുതൽ പ്രശ്നങ്ങൾ ഇങ്ങനെ അയാളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആൾക്കാവട്ടെ ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് അയാൾക്ക് പുതിയ പുതിയ നന്മകളായിട്ടും അയാളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനും അയാൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെ പ്രശ്നങ്ങളെയും നമ്മുടെ പ്രയാസങ്ങളെയും മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പ്രശ്നവും പ്രയാസവും ഒന്നും ഇല്ലാത്തവരാരുമില്ല അല്ലേ? എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അവയെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്വപ്നങ്ങളിലേക്കും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് അതിനെ കൃത്യമായി ഒരു കൺസിസ്റ്റൻ്റായിട്ട്, അതായത് നിത്യവും ഒരേപോലെ തന്നെ കൺസിസ്റ്റൻ്റായി തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്തു പോയാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളും മുന്നോട്ടേക്കുള്ള പ്രതീക്ഷകളും അല്ലെങ്കിൽ ഒരുപാട് നന്മകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. താങ്ക് യു.